ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ബോർഡെല്ലാം കാണുന്നുണ്ട്. ഈ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. നമ്മളവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ പുറത്തൊരു പാക്കേഴ്സ് കഫേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമുണ്ട്. ഒരു ഗോവൻ വൈബ്സ് ഒക്കെ കിട്ടും, ഒരു ബീച്ച് വൈബ്സ് ഒക്കെ ഉള്ളൊരു കഫേ. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഈ കാണാൻ വന്ന ആൾക്കാരൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നമുക്ക് വേഗം കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നോക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. പക്ഷെ എൻ്റെ ബാക്കിൽ ഫ്ലെമിംഗോസിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്ലെമിംഗോ ലേക്ക്. അൽകുദ്രയാണ് സ്ഥലം. നമുക്ക് വിൻ്ററിലൊക്കെ വരാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു നേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന പോലെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുൾ. അതിൻ്റെ ആ ഒരു ശബ്ദം, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എസ്പെഷ്യലി കുറച്ച് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ ബാക്കിലതേ ഇരിക്കുന്നു. ഇവിടെ തൽക്കാലം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എൻറ്റർ ചെയ്ത് വരുന്ന വഴിയിലാണ്. അപ്പം പിന്നെ അവിടെ ഒരു കഫേ ഉണ്ട്. എന്തെങ്കിലും സ്നാക്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ പോവാം. രണ്ടുപേരവിടെ ഭയങ്കര തർക്കത്തിലാണ്, എന്തോ പറഞ്ഞ് അടി കൂടുന്നുണ്ട്. പക്ഷെ എന്ത് രസമാണ് കാണാനല്ലേ. പിങ്ക് കാലും വെള്ള ബോഡിയും. ഇവന്മാരെക്കാളൊക്കെ സുന്ദരനായിട്ടുള്ള ഒരാളുണ്ട്. നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. എന്തോരം ഫ്ലെമിംഗോസ് ഉണ്ടായിരുന്നു എന്നറിയോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് പോയത്. പക്ഷെ അവിടെ വന്നിരിക്കുന്ന വണ്ടികൾ മുഴുവൻ എനിക്ക് തോന്നുന്നു അവിടെ ക്യാമ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. കാരണം അത്രയ്ക്കും ആൾക്കാർ എല്ലാവരും വന്ന് ടെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവരവരെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് പാർക്കിംഗ് സ്പോട്ട്സ് ഒക്കെ റിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടി എടുത്ത് പാർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവർ വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി റിസർവ് ചെയ്തതാന്നൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഈ വെയിലത്ത് നടക്കുന്ന എളുപ്പമല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം ഞാൻ എൻ്റെ ക്യാമറ ടേൺ ചെയ്യട്ടെ. നമ്മൾ നിന്ന സ്ഥലം ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് പോയി നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സുന്ദരൻ. കുറച്ചും കൂടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. എന്ത് രസാ അതിനെ കാണാൻ. ഒരു വെൽവെറ്റ് പോലത്തെ ഒരു ബോഡി. അതിൻ്റെ കുഞ്ഞുങ്ങളേക്ക് ചിലപ്പോൾ. അവിടെ ഒരാള് മറ്റേ ബ്ലാക്കിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ആ ബ്ലാക്ക് സ്വിം ചെയ്ത് പോകുന്നതാണ് നല്ല, എന്താ പറയുക, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നല്ല സ്പീഡും ഉണ്ട്, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കണ്ടോ, അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്തുനിന്ന് ഇവന്മാരെ കാണിച്ചു തരാം കേട്ടോ. ചൂട് അടുത്തുനിന്ന് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന് പേടിയാവുന്നുണ്ട് തോന്നും. നമ്മൾ പെട്ടെന്ന് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പായിട്ട് അങ്ങനെ നീങ്ങി വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി കളയും. അങ്ങനെ കുറച്ച് നേരം നിന്ന് ഇതെല്ലാം കണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകണം. നമ്മൾ തിരിച്ച് പോകാൻ നേരത്ത് നോക്കിയപ്പം നേരത്തെ ഉച്ചയ്ക്ക് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഫ്ലെമിംഗോസ് കൂടുതൽ വന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വൈകുന്നേരം ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല രസമായിരിക്കും. ഞങ്ങളിപ്പോൾ എന്തായാലും തിരിച്ച് പോവാണ്. നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ലോണും പൂക്കളും റോഡിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവും, നല്ല കളർഫുള്ളായിട്ടുള്ള വഴികളൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഫ്ലെമിംഗോയിലേക്ക് കണ്ടില്ലേ? ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.